ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഓണം റിലീസായി എത്തിയ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വവും കല്യാണി പ്രിയദർശൻ്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയും മികച്ച രീതിയിൽ ഈ ഒരു ശനിയാഴ്ചയും പെർഫോം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. 17 ദിനങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ രണ്ട് സിനിമയും മികച്ച രീതിയിൽ കളക്ഷനായി മുന്നോട്ട് പോകുന്നു. നമുക്ക് ഈ രണ്ട് സിനിമകളുടെ വിശേഷങ്ങളിലൂടെ വരാം. എന്താണേലും ആദ്യമായിട്ട് നമുക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഒരു ശനിയാഴ്ച മികച്ച ഒരു സാറ്റർഡേ ആയി മാറുകയാണ്. ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ട കണക്കുകൾ ഇങ്ങനെ തന്നെയാണ്. 1475 ഷോകളിൽ നിന്ന് 2,73,000 ടിക്കറ്റുകളാണ് വൈകുന്നേരം 7:30 വരെയുള്ള സമയങ്ങളിൽ വിറ്റുപോയിരിക്കുന്നത്. ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 4,42,00,000 രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഫൈനലായി ട്രാക്ഡ് കളക്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരാൻ പോകുന്നത് 5,40,00,000 രൂപ വരെയായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടാൻ പോകുന്നത്. 66% ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മണിക്കൂറുകളിൽ ടിക്കറ്റ് വിറ്റുപോയത് 15,000-ന് മുകളിലാണ്. ഇത് കൂടാതെ സിനിമയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കേരളത്തിൽ ഇതുവരെ സിനിമ 16 ദിനങ്ങൾ കൊണ്ട് നേടിയത് 78,50,00,000 രൂപയ്ക്കടുത്താണ്. അതായത് ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 84-85 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. നാളത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ 90 കോടിയിലേക്ക് ഈ ഒരു സിനിമ എത്തുമെന്നുള്ളത്. ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ 118 കോടിയാണ് സിനിമയ്ക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാവുകയാണ്, ഇതുവരെയുള്ള സിനിമകളുടെ എല്ലാത്തിൻ്റെയും കളക്ഷൻ വെട്ടിച്ച് തുടരുമെന്ന ചിത്രത്തിൻ്റെ തൊട്ടു പിന്നിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു സിനിമ ഇന്നത്തോടു കൂടി തന്നെ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം 16 ദിവസം വരെ സിനിമ നേടിയത് 45 കോടിയോളമായിരുന്നു. ഇന്നത്തെ കളക്ഷനോടെ നമ്മൾ 48-50 കോടിക്കടുത്ത് പ്രതീക്ഷിക്കുകയാണ്. ഏറെക്കുറെ ആ ഒരു ഫിഗറിലേക്ക് തന്നെ സിനിമ എത്തുമെന്നുള്ളതാണ്. ഓവർസീസിൽ 101 കോടി, അതായത് $11 മില്യൺ അടിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒഫീഷ്യലായി വന്നിരുന്നു. അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി അത് 107 കോടിയിലേക്ക് എത്തുമെന്നാണ്. അതായത് 16 ദിവസങ്ങൾ കൊണ്ട് 224 കോടി, 225 കോടി എന്ന് പറയാം. ആ റേഞ്ചിലെത്തിയ സിനിമ ഇന്നത്തോടെ 237-240 കോടിയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് സിനിമ ആ റേഞ്ചിൽ നിന്ന് 250 കോടിയിലേക്ക് എത്താൻ നാളെ ഒരു ദിവസം മതിയാകും എന്നുള്ളതാണ്. എന്തായാലും തിങ്കളാഴ്ചക്കുള്ളിൽ 250 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഇന്ന് കൊച്ചിയിൽ ഈ ഒരു നിമിഷം കിട്ടിയിരിക്കുന്നത് 130ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസാണ്. അതായത് നാളത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഞായറാഴ്ചത്തേക്കുള്ളതിൽ ഇന്ന് ശനിയാഴ്ച രാത്രി വൈകുന്നേരത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന 130ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ. അപ്പോൾ നാളെ ഏത് രീതിയിലായിരിക്കും കളക്ഷൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. ഇവിടെ നമുക്ക് ഫസ്റ്റ് എവർ മലയാളം ഫിലിം ആവുകയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ 10 കോടിക്ക് മുകളിൽ നേടുന്ന ഇത്ര വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളും തരംഗങ്ങൾ സൃഷ്ടിച്ച സിനിമകളുണ്ടായിട്ടും നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടായില്ല. തമിഴിൽ നിന്ന് സിനിമ ഇന്നത്തെ കളക്ഷനോടെ 16 കോടി, 15-16 കോടിയിലേക്ക് എത്തുമെന്നാണ്. തെലുങ്കിൽ സിനിമ 15 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് സിനിമ 12-13 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട് ഫിഗേഴ്സ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എല്ലായിടത്തും സിനിമ ഇതിൻ്റെയൊക്കെ ആ റേഞ്ചിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഹിന്ദിയിൽ സിനിമ 3 കോടി 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം വരെ നേടിയത്. ഇന്നത്തെ കളക്ഷനോടെ 3 കോടി 50 ലക്ഷം രൂപയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നോർത്തിൽ നിന്ന് മാത്രമായി സിനിമ 5.5 കോടി കഴിഞ്ഞതാണ്. ഇന്നത്തെ കളക്ഷനോടെ സിനിമ 6.5 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. 16 ദിനങ്ങളിൽ 255 കോടിയിൽ നിന്ന് സിനിമ 15,000 ടിക്കറ്റുകൾ വെച്ച് ഇപ്പോൾ കുതിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ക്വാളിറ്റിയിൽ ഒരു സിനിമയുണ്ടെങ്കിൽ അത് ആളിക്കത്തിക്കോളും. താരങ്ങളല്ല ഇവിടെ ആവശ്യം. താരങ്ങൾ ഡെഫിനറ്റ്ലി അതൊരു മൈൽ സ്റ്റോൺ ആണ്. അവരൊരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കും എന്നുള്ളത്, അല്ലെങ്കിൽ വലിയ പെട്ടെന്നൊരു ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടുവരുമെങ്കിലും പക്ഷേ മികച്ച കണ്ടൻറ്റുകൾ എന്നും നായകനാകുന്നത് എന്നും മലയാള സിനിമ കാണിച്ചിട്ടും ഉള്ളതാണ്. മലേഷ്യയിൽ സിനിമ റിലീസ് ചെയ്തത് 12-ാം തീയതിയാണ്. വലിയ ഡിമാൻഡുകൾ പ്രകാരം പുതിയ സെൻറ്ററുകൾ സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 25-ന് മുകളിലുള്ള സെൻറ്ററുകളാണ് സിനിമയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തമിഴിന് പ്രാമുഖ്യം കൂടുതൽ അവിടെ കണ്ടുവെങ്കിൽ ഇവിടെ വീണ്ടും തിയേറ്ററുകൾ കൂട്ടുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഷോകൾ കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഹിന്ദി വെർഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ പൂനെയിലും ഡൽഹിയിലുമൊക്കെ ഈവനിങ് നൈറ്റ് ഷോസ് ഒരു 70% ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതാണ്. മികച്ച ഒരു കാര്യം തന്നെയാണ്. നമ്മൾ 40 ലക്ഷം രൂപയാണ് ഹിന്ദിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ 50
60 ലക്ഷം രൂപ വരെ പോകാനുള്ള ചാൻസുകളുണ്ട്. ഞായറാഴ്ചയും അങ്ങനെ പോവുകയാണെങ്കിൽ അത് പുതിയ ഒരു തരംഗമാകും. അതായത് ഇതുവരെ ലഭിച്ച മാർക്കോ എന്ന ചിത്രം അതിൻ്റെ തൊട്ട് പിന്നാലെ എത്തുന്നു. തൊട്ട് പിന്നാലെയല്ല, വലിയ ഡിഫറൻസിലാണെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് മാർക്കോ എന്ന സിനിമയാണ് 14 കോടി നേടിക്കൊടുത്തെങ്കിൽ പിന്നീട് ഒരു സിനിമയും 2 കോടിക്ക് അല്ലെങ്കിൽ 2.5 കോടിക്ക് മുകളിൽ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോകയാണ് 3 കോടിക്ക് മുകളിൽ നിൽക്കുന്നത്. എന്താണേലും അത്ര ഗംഭീരമായിട്ടുള്ള തിരക്കമായിട്ടാണ് പോകുന്നത്. ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയിലൊക്കെ ഇന്ന് എങ്ങും തന്നെ ഈവനിങ് നൈറ്റ് ഷോ, അതുമാത്രമല്ല രാവിലെ തൊട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. നാളെയും സിനിമയ്ക്ക് ഹെവി ബുക്കിംഗ് ആണ്. ഇപ്പോൾ മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്ന 10,000-ന് മുകളിലുള്ള ടിക്കറ്റാണ്. അത് പൂർണ്ണമായിട്ടും അത് നാളേക്ക് തന്നെയുള്ള ടിക്കറ്റാണ്. ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങും തന്നെ ഒരു പച്ച ഇല്ല, എല്ലായിടത്തും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് കാണാൻ കഴിയുന്നത്. ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിലും ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ എന്നല്ല, ആ റേഞ്ചിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് മയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നു 1 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ ലഭിക്കുമെന്നുള്ളത്. ഇനിയും നമുക്ക് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിൻ്റെ കഥകളിലേക്ക് പോകാം. അതിനു മുന്നോടി ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ നമുക്ക് കാണാൻ കഴിയുന്നു 2 പോസ്റ്ററുകൾ ആണ് ഈ ഒരു ടീം പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് ദുൽഖറിൻ്റെയും ടൊവിനോയുടെയും പോസ്റ്ററുകൾ. അതായത് ഈ ഒരു സിനിമയുടെ അടുത്ത വരാൻ പോകുന്ന പരമ്പരകളിലേക്കുള്ള തുടക്കം അവർ ഇവിടെ കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഹിന്ദിയിൽ മാത്രമല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നതും ലോക തന്നെയാണ്. കാരണം ലോ ബഡ്ജറ്റല്ല, ഒരു എമൗണ്ട് പറയുമ്പോൾ ആ എമൗണ്ടിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം. അതായത് 30 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ആ ഒരു എമൗണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വർത്ത് ആയിട്ടുള്ള ലെവലിലുള്ള എല്ലാ ഏരിയകളും യൂട്ടിലൈസ് ചെയ്ത് നല്ല ഡീസൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും ഈ ഒരു ചർച്ചാ വിഷയമാകുന്നത്. പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ ഇന്ന് വേറൊരു റേഞ്ചിലേക്കും ഈ ഒരു സിനിമയിലൂടെ തന്നെ പോവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വത്തിൻ്റെ കഥകളിലേക്ക് വരാം. ഹൃദയപൂർവ്വം ഇന്നും മികച്ച രീതിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ഏതാനും ദിനങ്ങളിൽ സിനിമയ്ക്ക് ചെറിയ ഇടിവായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റിക്കൊണ്ട് ഇരട്ടി വേഗത്തിലേക്ക് സിനിമ കുതിക്കുകയാണ്. അതായത് ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 2 കോടിക്ക് അടുത്തേക്ക് നേടും എന്നുള്ള ലെവലിലാണ്. അതായത് 17-ാം ദിനമാണ്, ഒരു ഫാമിലി മൂവിയാണ്. ഈ ഒരു ഫാമിലി മൂവി ഇത്ര ഗംഭീരമായിട്ട് തൊട്ടപ്പുറത്ത് ലോകം ഓടുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ പേര് തന്നെയുള്ളൂ, മോഹൻലാൽ എന്നുള്ള ആ ഒരൊറ്റ ഫാക്ടർ. ആ ഒരൊറ്റ ഫാക്ടർ വെച്ച് തന്നെയാണ് സിനിമ ഇത്രത്തോളം കയറുന്നത്. സാധാരണക്കാർക്ക് അവരുടെ മനസ്സിൽ എന്താണ് മോഹൻലാൽ എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ള തെളിവാണ് ഈ ഒരു സിനിമ. വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ സിനിമയാണെങ്കിൽ ഇത് ഈ റേഞ്ചിലൊന്നും ഒരിക്കലും എത്തില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇന്ന് 829ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 73,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 1,15,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി ഇതുവരെ വന്നിരിക്കുന്നത്. 36% ഒക്യുപ്പൻസിയിൽ. അതായത് ഈ ഒരു കണക്കിൽ തന്നെ 1,70,00,000 രൂപയോളമാണ് സിനിമയുടെ വന്നിരിക്കുന്നത് ശരിക്കും ഫൈനൽ ഗ്രോസിനായിട്ട്. അതായത് നൈറ്റ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫൈനൽ കളക്ഷൻ പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് ട്രാക്ക് കളക്ഷനിലൂടെ മാത്രം 2 കോടി, അതായത് 2,20,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിക്ക് ആ റേഞ്ചിലേക്ക് എത്തുമെന്നും വേൾഡ് വൈഡായിട്ട് സിനിമ 70 കോടി കടക്കുമെന്നുള്ളതും. സിനിമ ഒരു 100 കോടിയിലേക്ക് എത്തുന്ന ഒരു ദിവസം നമ്മൾ നോക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സിനിമയ്ക്കുണ്ടായിരുന്നത് വലിയ ഇടിവ് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലും, അതായത് ട്രാക്ഡ് കളക്ഷൻസിൽ 1 കോടിക്ക് താഴെ പോയ ദിനങ്ങളായിരുന്നു അത്. പക്ഷേ നമുക്ക് ആദ്യ ദിനം 72 ലക്ഷം രൂപ വരികയാണെങ്കിൽ 3-ാം ദിവസമായ ഇന്നലെ, അതായത് വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചത് 75.5 കോടിയോളമായിരുന്നു. ശനി ഞായർ ദിനങ്ങൾ കടക്കുന്നതോടെ സിനിമ 80 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ലൈക്കും ഷെയറും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. മീഡിയ.